ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിപ്പോൾ ഏലിയൻ ഫ്രാഞ്ചൈസിയെ പറ്റിയും അതിൽ ആദ്യം ഇറങ്ങിയ 3 സിനിമകളെ പറ്റിയാണ് കണ്ടത്. ഈ സീരീസിൽ ഉടനെ പുറത്തിറങ്ങാൻ പോകുന്ന ഏലിയൻ റോമുലസ് എന്ന ലേറ്റസ്റ്റ് ഫിലിം എക്സ്പെക്ട് ചെയ്തിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഫ്രാഞ്ചൈസിൽ ബാക്കിയുള്ള മൂവീസിനെ പറ്റിയും ഇറങ്ങാൻ പോകുന്ന സിനിമയെ പറ്റിയുള്ള തോട്ട്സും ഒക്കെ ആയിട്ട് ആ ഒരു പാർട്ടിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലല്ലോ, ഒന്ന് കണ്ടു നോക്കണേ. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ 1979 ഇറങ്ങിയ റിഡ്ലി സ്കോട്ടിന്റെ ഏലിയൻ, 1986 വന്ന് ജെയിംസ് കാമറോന്റെ ഏലിയൻസ്, 1992 റിലീസ് ചെയ്ത ഡേവിഡ് ഫിഞ്ചറിന്റെ ഏലിയൻ 3 എന്നീ ഫിലിംസിന്റെ ബേസിക് പ്ലോട്ട് നമ്മൾ കണ്ടു. ഈ ഫ്രാഞ്ചൈസിയുടെ അടുത്ത സിനിമ ഇറങ്ങിയത് 1997 ജോൺ പിയർ ജൂനിയർ ഡയറക്ട് ചെയ്ത ഈ ഇൻസ്റ്റാൾമെന്റ് പേര് ഏലിയൻ റിസറക്ഷൻ എന്നാണ്. ആദ്യ 3 സിനിമകളുടെയും കഥ ഇങ്ങനെ കണ്ടിന്യൂസ്ലി വരുവാണെന്ന് നമ്മൾ കണ്ടല്ലോ. അതിൽ ഏലിയൻ 3യുടെ സംഭവങ്ങൾ കഴിഞ്ഞ്, അതായത് നമ്മുടെ ഹീറോയിൻ എലൻ റിപ്ലി അവരുടെ ഉള്ളിലെ ഏലിയൻ എംബ്രയോ വേലന്റ് യൂട്ടനി കോർപ്പറേഷന്റെ കയ്യിൽ കിട്ടാതിരിക്കാൻ തീയിൽ ചാടി സാക്രിഫൈസ് ചെയ്തതിന് ഒരു 200 വർഷം കഴിഞ്ഞാണ് ഈ 4th മൂവിയുടെ കഥ നടക്കുന്നത്. CE 2381. പുള്ളിക്കാരുടെ സാക്രിഫൈസ് കൊണ്ടൊന്നും കോർപ്പറേഷന്റെ ബിസിനസ് മൈൻഡ് മാറാനോ അടങ്ങാനോ പോകുന്നില്ല. സോ അവരുടെ കയ്യിലുണ്ടായിരുന്ന റിപ്ലിയുടെ ബ്ലഡ് സാമ്പിൾസ് യൂസ് ചെയ്ത് പുള്ളിക്കാരുടെ ഒരു ക്ലോണിനെ ഉണ്ടാക്കുവാണ്. ആൻഡ് വെറുതെ ഉണ്ടാക്കുവല്ല, ആ ക്ലോണിന്റെ ഉള്ളിൽ ഒരു ഏലിയൻ എംബ്രോയോ കൂടെ വെച്ചാണ് ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നത്. എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന വാശിയാണ് കോർപ്പറേഷനുള്ളതെങ്കിൽ എത്ര തവണ തീർത്താലും വീണ്ടും വന്ന് സീൻ ടെറർ ആക്കും എന്ന വാശിയാണ് സീനോമോർഫുകൾക്കുള്ളത്. ഇവർ ഈ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഏലിയൻ ക്വീൻ ബ്രീഡ് ചെയ്ത് പല പല ഓഫ്സ്പ്രിങ്സ് ഉണ്ടാക്കുകയും അതൊരു സീനോമോർഫ് ഔട്ട്ബ്രേക്ക് തന്നെ ആവുകയും ചെയ്യും. ആൻഡ് ഇവർ റിപ്ലി 8 എന്ന് വിളിക്കുന്ന റിപ്ലിയുടെ ക്ലോണിനെ വെച്ച് നടത്തിയ എക്സ്പെരിമെന്റ്സിന്റെ ഭാഗമായിട്ട് ഈ ഉണ്ടായ ഏലിയൻ ക്വീൻ കുറച്ച് ഹ്യൂമൻ DNA കൂടെ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഉണ്ടാവുന്ന ഒരു ഐറ്റത്തിനെയും നമ്മൾ ഈ ഏലിയൻ റിസറക്ഷനിൽ കാണുന്നുണ്ട്. അതായത് ഹ്യൂമൻ ട്രേറ്റ്സ് കൂടുതലായിട്ടുള്ള ഒരു ഹൈബ്രിഡ് സീനോമോർഫ്. ഈ ഹൈബ്രിഡ് പക്ഷേ ഏലിയൻ ക്വീനിന് പകരം റിപ്ലി 9നെയാണ് അമ്മയായിട്ട് കാണുന്നത്. സോ അത് ആ ഏലിയൻ ക്വീനെ അങ്ങ് തീർക്കുന്നു. ഈ പ്ലോട്ട് മുഴുവൻ ഒരു സ്പേസ് സ്റ്റേഷനിൽ വെച്ചാണ് നടക്കുന്നത്. ആൻഡ് പതിവ് പോലെ അവസാനം സീനോമോർഫ്സും അവിടെയുള്ള മെജോറിറ്റി ആൾക്കാരും തീരുന്നു. സ്പേസ് സ്റ്റേഷൻ മൊത്തം തകരുന്നു. ആൻഡ് റിപ്ലിയും ക്രൂവിലെ ചിലർ രക്ഷപ്പെടുന്നു. ലാസ്റ്റ് അവർ എർത്തിൽ എത്തുകയും ആ കാലഘട്ടത്തിലുള്ള എർത്തിന്റെ അവസ്ഥ, അതായത് AD 2380s നമ്മുടെ ഭൂമി എങ്ങനായി തീരും എന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പറയുമ്പോൾ ദാന്ന് പറഞ്ഞ് തീർക്കാമെങ്കിലും റൈറ്റിംഗ് കുറച്ച് ജനറിക് ആണെങ്കിലും ഫിലിമിലെ എല്ലാവരുടെ പെർഫോമൻസും മികച്ച ഡയറക്ഷനും കൊണ്ട് തെറ്റില്ലാതെ രക്ഷപ്പെട്ട ഒരു സിനിമയാണ് ഏലിയൻ റിസറക്ഷൻ. ആൻഡ് റിസറക്ഷന് ശേഷം അവർ എർത്തിൽ സ്റ്റോറി സെറ്റ് ചെയ്യുന്ന തരത്തിൽ ഡയറക്റ്റ് ആയി കുറച്ച് സീക്വൽസ് പ്ലാൻ ചെയ്തിരുന്നു. ബട്ട് അതൊക്കെ ക്യാൻസൽ ചെയ്ത് അടുത്തതായി പുറത്തു വന്നത് പ്രിഡേറ്റർ ഫ്രാഞ്ചൈസിയുമായി ക്രോസ് ഓവർ ചെയ്ത 2004 ഏലിയൻ വേഴ്സസ് പ്രിഡേറ്റർ എന്ന സിനിമയാണ്. വളരെയധികം നെഗറ്റീവ് റിവ്യൂസ് വന്ന ഈ ഫിലിമിൽ നിന്ന് കിട്ടിയ ഒരു പാഠവും പഠിക്കാതെ അടുത്ത് വന്നത് ഒരു 2-3 ഇരട്ടി അധികം തെറികളും കൂടുതൽ നെഗറ്റീവ് റിവ്യൂസും കേട്ടിട്ടുള്ള 2007 ഏലിയൻ വേഴ്സസ് പ്രിഡേറ്റർ റിക്വയർ എന്ന ഫിലിമാണ്. ആദ്യത്തെ ഏലിയൻ വേഴ്സസ് പ്രിഡേറ്റർ ഒരു ഗിൽറ്റി പ്ലഷർ എന്ന രീതിയിലെങ്കിലും കാണാമെന്ന് വെച്ചാൽ രണ്ടാമത്തത് അങ്ങനെ പോലും കാണാൻ പറ്റില്ല. കുറച്ചൊന്ന് സഹിച്ചിരുന്ന് കാണാം എന്ന് തന്നെ വിചാരിച്ചോളൂ. പക്ഷെ സ്ക്രീനിൽ എന്താണ് നടക്കുന്നത് എന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത ഗെയിം ഓഫ് ത്രോൺസ് സീസൺ 8 ദ ലോങ് നൈറ്റ് എന്ന എപ്പിസോഡിനെ തോൽപ്പിക്കുന്ന വിധം സ്ക്രീനിൽ നിറയെ ഇരുട്ടുമായിട്ടാണ് റെക്വയം എടുത്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് നമ്മൾ ഈ വീഡിയോയിൽ ഈ 2 സിനിമകളെയും പറ്റി അധികം ഡിസ്കസ് ചെയ്യാത്തത് മൂവീസ് പോരാത്തത് കൊണ്ടോ 2 ഫ്രാഞ്ചൈസികൾക്കും ചീത്തപ്പേര് കേൾപ്പിച്ച സിനിമകളായതുകൊണ്ടോ അല്ല, മറിച്ച് അത് ഈ ഏലിയൻ ഫ്രാഞ്ചൈസിയുടെ മൊത്തത്തിലുള്ള ഒരു സ്റ്റോറി ലൈനിന് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാത്തത് കൊണ്ടും ടൈം ലൈൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകും എന്നുള്ളത് കൊണ്ടുമാണ്. അപ്പൊ നമുക്കിവിടെ ടൈം ലൈനിൽ ആവശ്യമായിട്ടുള്ള അടുത്ത സിനിമ ഇറങ്ങുന്നത് 2012 ആൻഡ് റിലീസ് ടൈമിൽ ഈ ഫ്രാഞ്ചൈസിലെ ഏറ്റവും കോൺട്രോവേഴ്സ്യൽ ആയ ഒരു സിനിമ കൂടെയായിരുന്നു അത്. സിനിമയുടെ പേര് പ്രൊമീത്തിയസ്. ഇത് സത്യത്തിൽ ഒരു പ്രീക്വൽ മൂവിയാണ്. ആദ്യം ഇറങ്ങിയ ഏലിയൻ മൂവിക്ക് മുമ്പ് മനുഷ്യനും ഉണ്ടാവുന്നത് ബില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പ് ഉള്ള ഒരു സീൻ വെച്ചാണ് മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നത്തെ ഭൂമിയിൽ ഒരു സ്പേസ് ക്രാഫ്റ്റ് വന്നിറങ്ങുകയും നമ്മുടെ രൂപത്തോട് വളരെ സാമ്യമുണ്ട് എന്നാൽ പറയത്തക്ക വ്യത്യാസങ്ങളുള്ള ഒരു ഹ്യൂമനോയിഡ് അതിൽ നിന്ന് ഇറങ്ങി കയ്യിലുള്ള എന്തോ ഒരു ബ്ലാക്ക് ലിക്വിഡ് കഴിക്കുകയും ആ ശരീരം ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് വീണ് ക്രംബിളായി പിന്നെ അതിലെ DNA സ്പ്ലിറ്റ് ആവുകയും വീണ്ടും കൂടിച്ചേരുകയും ചെയ്താണ് പ്രൊമീത്തിയസ് തുടങ്ങുന്നത്. ഈ വന്ന ഹ്യൂമനോയിഡ്സിനെ എഞ്ചിനീയേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഫ്രാഞ്ചൈസിയിലെ ആദ്യ സിനിമയായ ഏലിയനിൽ റിപ്ലിയുടെ ക്രൂ കാണുന്ന തകർന്ന സ്പേസ് ഷിപ്പിൽ മരിച്ച് സ്കെലിറ്റനായി ഇരുന്ന പൈലറ്റ് അതും ഒരു എഞ്ചിനീയർ തന്നെയായിരുന്നു. ഇറങ്ങിയ ടൈമിലെ കോൺട്രോവേഴ്സി എന്ന് പറഞ്ഞല്ലോ, അതിന്റെ റീസൺ പ്രൊമീത്തിയസിലെ പ്ലോട്ടിലെ ചില കാര്യങ്ങളാണ്. കാരണം ആദ്യത്തെ ഈ ഷോട്ടും പിന്നെയുള്ള മൂവിയിലെ ചില ഡിഡക്ഷൻസും വെച്ച് സൂചിപ്പിക്കുന്നത്
ഈ ഹ്യൂമനോയിഡ്സ് അഥവാ എഞ്ചിനീയേഴ്സ് ആണ് മനുഷ്യരെ ഉണ്ടാക്കിയത് എന്നാണ്. പക്ഷെ ചില പ്രത്യേക രീതിയിൽ മനുഷ്യരുണ്ടായതിൽ വിശ്വസിക്കുന്ന ഭൂരിഭാഗം വരുന്ന ആളുകളിൽ ആ വിശ്വാസങ്ങൾ കുറച്ചധികം അന്ധമായി ഫോളോ ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള ഒരു ആംഗിൾ സമ്മതിക്കാൻ പറ്റാത്തതാണ് കോൺട്രോവേഴ്സീസ് ഉണ്ടാവാനുള്ള മെയിൻ കാരണം. വിചാരങ്ങൾ കുറവാണെങ്കിലും വ്രണപ്പെടാൻ വികാരങ്ങൾ കൂടുതലായി ഉള്ളത് കൊണ്ടാണെന്ന് കരുതിയാൽ മതി. പ്രൊമത്തിയസിലെ എഞ്ചിനീയേഴ്സ് സീനോമോർഫ്സിനെ വർഷിപ്പ് ചെയ്തിരുന്നതായി ഇംപ്ലൈ ചെയ്യുന്നുണ്ട്. പ്ലോട്ടിലേക്ക് വരുമ്പോൾ എലിസബത്ത് ഷോ എന്നൊരു സയന്റിസ്റ്റും അവരുടെ കൂടെയുള്ള ടീമും ഈ ഗുഹകളിലൊക്കെ കാണുന്ന ആദിമ മനുഷ്യർ വരച്ചെന്ന് വിചാരിക്കുന്ന ഏൻഷ്യന്റ് സ്റ്റാർ മാപ്സ് ഒക്കെ കണ്ടുപിടിച്ച് അതിൽ നിന്ന് കാര്യങ്ങൾ ഡെഡ്യൂസ് ചെയ്യാനുള്ള എക്സ്പെഡിഷനിലാണ്. ഹ്യൂമാനിറ്റിയുടെ ക്രിയേറ്റേഴ്സിനെ കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം. ഈ ഒരു മിഷന്റെ ഇടയ്ക്ക് എർത്ത് നിന്ന് ലഭിച്ച ചില ക്ലൂസും കോർഡിനേറ്റ്സും വെച്ച് അവരെത്തിപ്പെട്ട ഒരു പ്ലാനറ്റിൽ പുരാതനമായ ഒരു ആരാധനാലയം കണ്ടെത്തുന്നു. അവിടെ ഉള്ളതാണെങ്കിൽ നിറയെ ഡേഞ്ചറസ് ആയ പാത്തോജൻസ് നിറഞ്ഞ വെസൽസും പിന്നെ ഇപ്പൊ ക്രയോസ്ലീപ്പിലുള്ള ഒരു എഞ്ചിനീയറും. ഡേഞ്ചറിനുള്ള സാധ്യത വന്നല്ലോ, അപ്പൊ നാച്ചുറലി വെയ്ലന്റ് യൂറ്റനി കോർപ്പറേഷൻ പതിവ് പോലെ രംഗപ്രവേശം ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. പീറ്റർ വെയ്ലാൻഡ് എന്ന കോർപ്പറേഷന്റെ അന്നത്തെ സിഇഒ ഈ എഞ്ചിനീയറിനെ ക്രയോസ്ലീപ്പിൽ നിന്ന് ഉണർത്തുന്നു. ലൈഫിനെ പറ്റിയും ക്രിയേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാൻ ശ്രമിക്കവേ എഞ്ചിനീയർ പക്ഷേ ഈ ക്രൂവിനെ അറ്റാക്ക് ചെയ്യുകയും അവിടെയുള്ള പാത്തജൻസിനെ എർത്തിലേക്ക് ലോഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതാണ് പ്രൊമത്തിയസ് എന്ന ഫിലിമിന്റെ ഒരു പ്രൈമറി സ്റ്റോറി ലൈൻ. മൂവിയുടെ എക്സിക്യൂഷൻ, കോൺസെപ്റ്റ്, മൈക്കിൾ ഫാസ്ബെൻഡർ ഉൾപ്പെടുന്ന കാസ്റ്റിന്റെ അതിഗംഭീര പെർഫോമൻസ്, പ്രൊഡക്ഷൻ ക്വാളിറ്റി, ഡിസൈൻ അങ്ങനെ മിക്കവാറും എല്ലാം തന്നെ പോസിറ്റീവ് റിവ്യൂസ് ആയിരുന്നെങ്കിലും സ്ക്രിപ്റ്റിലുള്ള ചില ഇൻകംപ്ലീറ്റ് ആയ കാര്യങ്ങളുടെയും റിസോൾവ് ആവാതെ വിട്ടുപോയിട്ടുള്ള പ്ലോട്ട് പോയിന്റ്സിന്റെയും പേരിൽ കുറച്ച് നെഗറ്റീവ് റിവ്യൂസ് കൂടെ ഉണ്ടായിരുന്നു. ബട്ട് ഈ ഒരു ഫിലിമിന് ഡയറക്റ്റ് സീക്വലായി 2017 വന്ന ഏലിയൻ കവനന്റ് എന്ന ഫിലിമിലൂടെ ആ കാര്യങ്ങൾ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനും അതുവഴി കംപ്ലീറ്റ്ലി ഈ രണ്ട് സിനിമകളെയും ഏലിയൻ ഫ്രാഞ്ചൈസിയിലേക്ക് കണക്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. മൈക്കിൾ ഫാസ്ബെൻഡറിനെ പറ്റി പറഞ്ഞല്ലോ, നമ്മൾ ആദ്യത്തെ സിനിമകളിൽ കണ്ട മനുഷ്യരെ പോലത്തെ ആൻഡ്രോയിഡ്സ് ഇല്ലേ, അവരുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് പ്രൊമത്തിയസിലൂടെയാണ്. ആൻഡ് അതിൽ പ്രൊമത്തിയസിൽ വന്ന ഡേവിഡ് എന്ന ആൻഡ്രോയിഡും ഏലിയൻ കവനന്റിൽ ഡേവിഡിനോടൊപ്പം വന്ന വില്യം എന്ന ആൻഡ്രോയിഡും ഈ രണ്ട് ക്യാരക്ടേഴ്സും അദ്ദേഹം തന്നെയാണ് അഭിനയിച്ചേക്കുന്നത്. ഓവറോൾ ഫിലിം എക്സ്പീരിയൻസ് തന്നെ ഉയർത്തുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. ഏലിയൻ കവനന്റ് നോക്കിക്കഴിഞ്ഞാൽ പ്രൊമത്തിയസിലെ ഇൻസിഡൻസ് കഴിഞ്ഞ് രക്ഷപ്പെടുന്ന എലിസബത്ത് ഷോ എന്ന സയന്റിസ്റ്റും ഡേവിഡ് എന്ന ആൻഡ്രോയിഡും മറ്റൊരു പ്ലാനറ്റിൽ എത്തുന്നതും അവിടെ വെച്ചുണ്ടാവുന്ന സംഭവങ്ങളുമാണ്. അവിടെ ഡേവിഡ് നടത്തുന്ന ചില എക്സ്പെരിമെന്റ്സിലൂടെ പുള്ളി ഈ സീനോമോർഫ്സിനെ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. മാത്രമല്ല ആദ്യത്തെ സിനിമയിൽ നോസ്ട്രോമോയിലുള്ളവർക്ക് ഒരു സിഗ്നൽ കിട്ടുന്ന പോലെ ഇവിടെ ഡേവിഡ് അയക്കുന്ന ഒരു സിഗ്നൽ മറ്റൊരു ക്രൂവിന് കിട്ടുകയും ആ ക്രൂവും അവരുടെ കൂടെയുള്ള വില്യം എന്ന ആൻഡ്രോയിഡും ഈ പ്ലാനറ്റിലേക്ക് എത്തിച്ചേരുന്നതും കാണാം. ഡേവിഡിന്റെ സീനോമോർഫ് ഡിസൈൻസ് പരീക്ഷിക്കാൻ ആൾക്കാർ വേണമല്ലോ, അതിനുള്ള പാർട്ടീസ് ആണ് റെഡിയായി കിട്ടിയേക്കുന്നത്. സത്യത്തിൽ കവനന്റ് കഴിഞ്ഞ് നമ്മുടെ കുറെ ഡൗട്ട്സും ആദ്യത്തെ ഏലിയൻ മൂവിയിൽ എത്തി നിൽക്കേണ്ട കുറച്ച് പ്ലോട്ട് പോയിന്റ്സും ഒക്കെ ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഇറങ്ങേണ്ടിയിരുന്ന ഏലിയൻസ് ദ അവേക്കനിങ് എന്ന പ്രൊഡക്ഷൻ ആയിരുന്നു അതൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടിയിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു പ്രോജക്റ്റ് ക്യാൻസലായി. സോ ആ പ്ലോട്ട് ലൈൻസ് ഇനി ഫോളോ അപ്പ് ആകുമോ എന്നുള്ളത് ഡൗട്ടാണ്. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള സീനോമോർഫുകളുടെ ഡേവിഡിന്റെ വേർഷനിലെ ആദ്യ പതിപ്പായ നിയോമോർഫ് എന്നൊരു തരം ഏലിയനെ കൂടെ നമുക്ക് ഈ ഒരു ഫിലിമിൽ കാണാം. ഫ്രാഞ്ചൈസി മൊത്തത്തിൽ നോക്കിയാൽ ഏലിയനിലും ഏലിയൻ വേഴ്സസ് പ്രിഡേറ്ററിലുമായിട്ട് നമ്മൾ പലതരം സ്ട്രക്ചറിലും സ്റ്റേജസിലുള്ള ഏലിയൻ വേർഷനെ കാണുന്നുണ്ട്. ബേബി സീനോമോർഫ്, ന്യൂബോൺ എന്ന് പറയുന്ന റിസറക്ഷനിൽ നമ്മൾ കണ്ട ഹ്യൂമൻ ഹൈബ്രിഡ് വേർഷൻ, ഹാമർപേഡ് എന്ന ഫേസ് ഹഗേഴ്സിനോട് സാമ്യമുള്ള ഒരു ഐറ്റം, ട്രിലോബൈറ്റ് എന്നൊരു സാധനം, ഡെക്കോൺ എന്ന് പറയുന്ന ട്രിലോബൈറ്റിന്റെയും എഞ്ചിനീയേഴ്സിന്റെയും ഹൈബ്രിഡ് ആയ ഒരു സാധനം, പ്രിഡേറ്റേഴ്സിന്റെയും ഏലിയൻസിന്റെയും ഹൈബ്രിഡ് ആയ പ്രിഡേലിയൻ, പിന്നെ ഡോഗ് ഏലിയൻ, ചെസ്റ്റിന് പകരം മുതുകിലൂടെ പുറത്തു വരുന്ന സ്പൈൻ ബസ്റ്റർ, വയറിലൂടെ വരുന്ന ബെല്ലി ബസ്റ്റേഴ്സ്, സ്മാർട്ട് ഏലിയൻസ് എന്ന് പറയുന്ന ഐറ്റംസ്, ഏലിയൻ ക്വീൻ, പിന്നെ ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയ എന്നാൽ ആദ്യം ഡിസൈൻ ചെയ്ത് വന്ന നമ്മൾ ആദ്യത്തെ ഏലിയൻ മൂവിയിലെ സീനോമോർഫ് ആയിട്ടുള്ള ബിഗ് ഷാർക്ക്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ 6 മെയിൻ സിനിമകൾ കഴിഞ്ഞ് 7ാമതായി വരുന്ന ഏലിയൻ റോമുലസ്. അതിന്റെ സ്റ്റോറി നടക്കുന്ന ടൈം ലൈൻ ആദ്യത്തെ 2 ഏലിയൻ സിനിമകളുടെ ഇടയ്ക്കാണ്. പ്രൊമത്തിയസ് ഒരു പ്രീക്വൽ ആയിരുന്നെങ്കിൽ റോമുലസ് ഒരു ഇന്റർക്വൽ ആണ്. ആൻഡ് നമുക്ക് ട്രെയിലറിൽ നിന്നും ഓൺലൈൻ ആർട്ടിക്കിൾസിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് വെയ്ലന്റ് യൂറ്റനി ലാബിൽ നമ്മുടെ ഡേവിഡ് പണ്ട് ചെയ്ത പോലുള്ള റിവേഴ്സ് എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ നോക്കുന്നതും അതിന് യൂസ് ചെയ്യുന്ന സിനോമോർഫ്സ് എസ്കേപ്പ് ആവുന്നതും അവയെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഔട്ട് ബ്രേക്കിലേക്ക് പോകുന്നതും ഒക്കെയാണ്. ആൻഡ് ഏലിയൻ 1 and 2 സിനിമകളുടെ ഇടയ്ക്ക് നടക്കുന്ന സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരു ചാൻസ് ഉള്ളത് ഫസ്റ്റ് ഫിലിം കഴിഞ്ഞ് റിപ്ലി എസ്കേപ്പ് ആവുകയും കോർപ്പറേഷൻ അവരെ കണ്ടുപിടിക്കുകയും ചെയ്തിട്ട് അവരൊരു മിഷൻ അയക്കുന്നുണ്ടല്ലോ, കോൺടാക്ട് ലോസ്റ്റ് ആയ ഒരു കോളനി ഓഫ് സയന്റിസ്റ്റിനെ കണ്ടെത്താൻ. ചിലപ്പോൾ ആ ഒരു ഇൻസിഡന്റിന് മുമ്പേ അവിടെ നടന്ന കാര്യങ്ങളാവാം എന്ന ആർട്ടിക്കിളിൽ ഒരു പോസിബിലിറ്റി പറയുന്നുണ്ട്. അതിന് പക്ഷെ ചാൻസ് കുറവാണ്. പക്ഷെ സ്റ്റോറി എന്ത് തന്നെ ആയാലും ടോൺ മാറി മാറി വന്ന ഫ്രാഞ്ചൈസിയിലെ ഫിലിംസ് വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ ഒരു 2 സിനിമകളിൽ നിന്ന് കിട്ടിയ ആ ഒരു ഹൊറർ ആൻഡ് ഹോസ്റ്റൈൽ വൈബും ആ ഒരു ഡാർക്ക് മൂഡും ഒക്കെ തരുന്ന ഒരു ഫിലിം തന്നെയാണെന്ന് എക്സ്പെക്ട് ചെയ്യാം.
ആൻഡ് ഡോൺ ബ്രീത്ത് ഒക്കെ പോലെ നമ്മളെ മുൾമുനയിൽ നിർത്തുന്ന സിനിമകൾ എടുത്തിട്ടുള്ള ഫെഡ് അൽവാരസിന്റെ ഡയറക്ഷൻ വരുന്ന ഫിലിം ആവുമ്പോൾ എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ഈ കണ്ട സിനിമകളല്ലാതെ ഗെയിംസും സീരീസും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഏലിയൻ ഐസൊലേഷൻ എന്നത് വളരെ അക്ലെയിംഡ് ആയ ഒരു PC ഗെയിമാണ്. ആൻഡ് ആ ഒരു ഗെയിമിന്റെ ടോൺ പിടിച്ചാണ് റോമുലസ് വരുന്നതെന്ന് കേൾക്കുന്നുണ്ട്. ഏതായാലും മെയിൻ റോളിൽ വരുന്ന കെയ്ലി സ്പെയ്നി എന്ന ആക്ട്രസിന് സിഗോർണി വീവർ എന്ന ലെജൻഡ് ബാക്കി വെച്ച വലിയൊരു ഗ്യാപ്പാണ് ഫില്ല് ചെയ്യേണ്ടത്. ട്രെയിലറിൽ അവർക്ക് നല്ലൊരു കൂൾ ഇൻട്രൊഡക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. സാക്ഷാൽ സിഗോർണി വീവർ തന്നെ ഒരു സർപ്രൈസ് ക്യാമിയോയിൽ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല, നോക്കാം. ഇന്ത്യയിൽ അപ്പോൾ August 23 ആണ് റിലീസ് ഡേറ്റ് എന്ന് ലേറ്റസ്റ്റ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. മുമ്പ് മറ്റൊരു ഡേറ്റ് ആണ് പറഞ്ഞിരുന്നത്, ബട്ട് ഇപ്പോൾ വരുന്ന ഡീറ്റെയിൽസ് പ്രകാരം 23 തന്നെ ആവും എന്ന് കൺഫേം ആയിട്ടുണ്ട്. 2024 വൺ ഓഫ് ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവിയാണ് റോമുലസ്. സാധാരണ നമ്മളൊരു ഫ്രാഞ്ചൈസി ഫിലിം കാണാൻ പോകുമ്പോൾ അതിന് മുമ്പ് ഇറങ്ങിയ എല്ലാ ഫിലിംസും കണ്ടിട്ട് പോകണം എന്നാണല്ലോ പറയുക. ബട്ട് ഈ ഫിലിമിന്റെ ഡയറക്ടർ ഫെഡ് അൽവാരസ് പറയുന്നത് ഇതൊരു കംപ്ലീറ്റ് സ്റ്റാൻഡ് അലോൺ മൂവി ആണെന്നും ഇനി അഥവാ നിങ്ങൾ മുമ്പത്തെ ഫിലിംസ് കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടും എന്നാണ്. ബട്ട് സ്റ്റിൽ മുമ്പത്തെ ഫിലിംസ് കൂടെ കണ്ടാൽ തീർച്ചയായിട്ടും ഇതൊരു ബ്ലാസ്റ്റ് ആവും എന്ന് പുള്ളി പറയുന്നുണ്ട്, ബിക്കോസ് ഓഫ് ദ മെനി റെഫറൻസസ്. ട്രെയിലറിൽ തന്നെ ഹീറോയിൻ ആ പൾസ് റൈഫിലൊക്കെ പിടിച്ചുള്ള നിൽപ്പ് എലൻ റിപ്ലി എന്ന ക്യാരക്ടറിന് ഒരു ഹൊമേജ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ടൈമുണ്ട്, ഓരോ ദിവസം ഒരു സിനിമ വെച്ച് കാണാൻ നോക്കിയാലും 6 ദിവസമേ എടുക്കും. തീർച്ചയായും ഒന്ന് കണ്ടു നോക്കാൻ ശ്രമിക്കുമല്ലോ. കണ്ടിട്ടുള്ള ഹ്യൂജ് ഫാൻസ് ആയിട്ടുള്ളവർക്കും എല്ലാം ഒന്ന് പൊടി തട്ടി എടുക്കാനുള്ള സമയമുണ്ട്. ഞങ്ങളും സ്റ്റാർട്ട് ചെയ്യുവാണ്. നിങ്ങളുടെ റോമുലസിനെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻസും ഏലിയൻ ഫ്രാഞ്ചൈസിയെ പറ്റിയുള്ള ഇതുവരെയുള്ള ഫിലിംസിനെ പറ്റിയുള്ള ഒപ്പീനിയൻസ് കമന്റ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.